പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഒരു പുതിയ ആഴ്ചയിലേക്ക് 10ാം ക്ലാസ്സുകാർ, അതുപോലെ +2കാർ, ഇവരൊക്കെ ശരിക്കും പഠനത്തിൻ്റെ ഭയങ്കരമായ, അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മുടെ ഓർമ്മശക്തിയെ തെളിയിക്കുന്ന ഒരു വചനമാണ് ഇന്ന്. അതുകൊണ്ട് പഠിക്കുന്ന കുട്ടികൾക്കുള്ള വചനമായിട്ട് നമുക്ക് പറയാം. അത് യെശയ്യാ പ്രവചനം 54:13. വചനം എങ്ങനെയാണ്? കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. അതായത് ചുമ്മാ മാർക്ക് കിട്ടുന്നല്ല പറയുന്നത്, അവർക്ക് ശ്രേയസ് ഉണ്ടാകും. എല്ലാവരും ഇത് ശരിക്കും നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സമയത്ത് ഇതൊരു ആവർത്തിച്ച് ഒരു 5 തവണ പറയണം. കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും. വെറുതെ ഓടി വന്നിട്ട് കണക്ക്, അതുപോലെ തന്നെ സയൻസ് ഓടി അങ്ങനെയല്ല. ഇതൊരു 5 തവണ ഈശോയെ ഈ വചനം, എന്നിട്ട് ഒരു 5 തവണ പറഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കണം. ഈശോയെ ഈ വചനത്തിൻ്റെ നിറവ് എന്നിൽ നൽകണം, ഈ വചനത്തിൻ്റെ നിറവ് എന്നിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയ സഹോദരങ്ങൾ, ഇത് വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട്, വലിയൊരു അഭിഷേകമായിട്ട് മാറും. നിങ്ങളിത് ചെയ്യേണ്ടത്, ഈ വചനം പരമാവധി പേർക്ക് ഷെയർ ചെയ്യണം. ഈ വചനം എന്നിട്ട് പഠിക്കാൻ പറയണം. ചിലപ്പോൾ എനിക്ക് കണക്ക് പഠിച്ചിട്ട് കിട്ടുന്നില്ല, കെമിസ്ട്രി പഠിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബയോളജി പഠിച്ചിട്ട് കിട്ടുന്നില്ല, മലയാളം മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ല, ഇംഗ്ലീഷിൽ കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും നമ്മൾ പരിശ്രമിച്ചിട്ടും പറ്റാത്തത് ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുക. മനുഷ്യനെ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ അതുകൊണ്ട് ഇത് മറന്നേക്കരുത്. ഈ വചനം പരമാവധി നിങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം കേട്ടോ. യെശയ്യാ 54:13. കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും. ദൈവമേ, ദൈവികമായൊരു കരുണ ഇത് കേൾക്കുന്ന ഓരോ മക്കളിലേക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥിനികളിലേക്ക് വർഷിക്കണമേ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.